ജില്ലയിലെ പ്രശസ്തമായ കഞ്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വഴിപാട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഉണ്ടപുരങ്ങൾ വഴിപാടാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിറയെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടോ നമ്മൾ ഈ വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. അപ്പോൾ ഈ ഒട്ടും വൈകിപ്പിക്കേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്താണ് പ്രശസ്തമായ കണിച്ചുകുളങ്ങര ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശത്രു സംഹാരത്തിനും ആരോഗ്യപ്രാപ്തിക്കും വേണ്ടി 100,000 ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. ചേർത്തലയിൽ നിന്ന് 8 കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് 17 കിലോമീറ്ററുമാണ് കണിച്ചുകുളങ്ങരയിലേക്കുള്ള ദൂരം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആദിപരാശക്തിയായ ഭദ്രകാളി ദുർഗാരൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. 21 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് ഇവിടുത്തെ ആറാട്ട് വരുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിലെ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരവസരമുണ്ടായി. ആ സമയത്ത് അവിടെയുള്ള ബ്രാഹ്മണരെല്ലാം അവരവരുടെ പ്രതിഷ്ഠയുമായി കപ്പൽ മാർഗവും കടൽ മാർഗവും എല്ലാം വേണാട്ടിലേക്ക് പലായനം ചെയ്തു. ഇവിടെ എത്തിയ സമയത്ത് കടൽക്ഷോഭമുണ്ടാവുകയും കപ്പൽ തകരുകയും അവർക്ക് തിരിച്ചു പോകാനാവാതെ തങ്ങളുടെ ആരാധനാമൂർത്തിയെ അവിടെ തന്നെ പ്രതിഷ്ഠിച്ചുവെന്നും ദേവി കളിച്ചു കുളിച്ചു വന്നതുകൊണ്ട് കണിച്ചുകുളങ്ങര എന്ന പേരുണ്ടായി എന്നുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള കുളം. ഈ കുളത്തിൽ നിന്നാണ് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. ദേവിയുടെ ആറാട്ട് നടക്കുന്നതും ഈ കുളത്തിൽ തന്നെയാണ്. 21 ദിവസത്തെ ഉത്സവ സമയത്ത് ചിക്കര വഴിപാട് നടത്താറുണ്ട്. ഏറെ നാളായി വിവാഹത്തിന് ശേഷം കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർ ദേവിയെ തങ്ങളുടെ മക്കളായി കിട്ടാനും ബാലാരിഷ്ടം മാറാനും അംഗവൈകല്യങ്ങൾ മാറാനുമായി നടത്തുന്ന വഴിപാടാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കര വഴിപാട്. ഈ സമയത്ത് നമ്മൾ ഈ അമ്പലത്തിലൊന്ന് വരികയാണെങ്കിൽ ചുവന്ന പട്ട് ചുറ്റി നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന കുട്ടികളുടെ രൂപത്തിൽ നമ്മൾ ദേവിയെ തന്നെയാണ് കാണുന്നത്. കണ്ണിന് വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഈ സമയത്ത് ഈ കുട്ടികൾ ഓടി നടക്കുന്നതൊക്കെ കാണുന്നത്. കുട്ടികളുടെ ബാലാരിഷ്ടം മാറാനും അസുഖങ്ങൾ മാറാനും ഐശ്വര്യത്തിനും കുട്ടികളുടെ നന്മയ്ക്കും ഒക്കെ വേണ്ടി നടത്തുന്ന ഒരു വഴിപാടാണ് അരിക്കൂത്ത് വഴിപാടെന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വഴിപാട് നടത്താനായി ഇവിടെ എത്താറുണ്ട്. അതുകൂടാതെ പുഴുക്ക് വഴിപാട്, അതിനായിട്ടാണ് നമ്മളിവിടെ വന്നത് തന്നെ. ഇത് നാനാഭാഗത്തു നിന്നും ജാതി മത ഭേദമന്യേ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ശർക്കരയും അരിപ്പൊടിയും തേങ്ങയും പഴവും എല്ലാം കൊണ്ടാണ് ഈ പുഴുക്ക് വഴിപാട് നടത്തുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അസുഖങ്ങൾക്കും അംഗവൈകല്യങ്ങൾക്കും രോഗശാന്തി കുടുംബ ഐശ്വര്യം എല്ലാത്തിനും വേണ്ടി ഭക്തജനങ്ങൾ ഈ വഴിപാട് എല്ലാ വർഷവും നടത്തി പോകാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് ഇത് ഉത്സവ സമയത്ത് മാത്രം നടത്തിക്കൊണ്ടിരുന്നതാണെങ്കിലും ഇപ്പോൾ ആൾ കൂടിയതനുസരിച്ച് എല്ലാ ദിവസവും ഇവിടെ ഈ വഴിപാട് നടക്കാറുണ്ട്. ഈ ക്ഷേത്രം സന്ദർശിക്കാനും ദേവിയെ ദർശിക്കാനും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും കഴിഞ്ഞതിൽ ഞാൻ ദേവിയോട് തന്നെ നന്ദി പറയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.